പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ജന്മന അന്ധനായ ഒരു മനുഷ്യന് യേശു കാഴ്ച കൊടുക്കുന്നതിൻ്റെ വിവരണമാണിത്. യേശു അത് നിവർത്തിക്കുന്നത് നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവൻ്റെ കണ്ണന്മേൽ പൂശി അവനോട് പറയുന്നു, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക. അവൻ യേശുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നു, കാഴ്ച പ്രാപിക്കുന്നു. യേശുവിൻ്റെ ഈ അസാധാരണ പ്രവൃത്തിയെ അവൻ ചോദ്യം ചെയ്യുകയോ അതിൽ ലജ്ജിതനാകുകയോ ചെയ്യാതെ യേശു പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചതിലൂടെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കെത്തുവാൻ അവന് സാധിക്കും. അവൻ ലോകത്തിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ ഇടയാവുകയാണ്. പിറവിക്കുരുടൻ കാഴ്ച പ്രാപിച്ച് പൊതുജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് സംഭവിക്കുന്നത് അയക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ശീലോഹാം കുളത്തിൽ ജലത്താൽ കഴുകപ്പെട്ടത് മൂലവും അത് നിവർത്തിക്കുന്നതാകട്ടെ ദൈവത്താൽ അയക്കപ്പെട്ട യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചതിലൂടെ. ശീലോഹാമിലെ ഈ അത്ഭുതത്തിലൂടെ യേശു സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൈവപുത്രനാണെന്ന ബോധ്യം ശിഷ്യർക്ക് ഉണ്ടാകുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട യേശുവിൻ്റെ മഹത്വം അവർ ഇതിലൂടെ തിരിച്ചറിയുക. അതുമാത്രമല്ല, ഇവിടെ ദർശിക്കുന്നത് പിറവിക്കുരുടൻ ദൈവപുത്രനായ യേശുവിനെ അനുസരിച്ചത് അവനെ ജീവിത നവീനതയിലേക്ക് നയിച്ചും എന്ന് കാണുന്നു. അവൻ്റെ ജീവിതത്തിലെ അന്ധകാരാവസ്ഥയിൽ നിന്ന് അവൻ വെളിച്ചത്തിലേക്കെത്തിയ അവൻ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കുന്നു. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന സാക്ഷ്യം അവൻ നൽകുകയാണ്. നാം ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ ശക്തിയിലാണ് എങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യവും ശക്തിയും നമ്മെ അതിൽ നിന്ന് അകറ്റുവാനും ദൈവപുത്രനായ യേശുവിലൂടെ നാമും വെളിച്ചത്തിലെത്തി യേശുവിനെ സാക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന അന്ധകാരത്തിൻ്റെ അവസ്ഥ ഒരുപക്ഷെ നാം സ്വയം നിർമ്മിച്ചതാകാം. നാം അന്ധകാരത്തിലാണെന്ന തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നതാകാം. അതിൽ നിന്ന് സ്വയം ശീലോഹമാകുന്ന അയക്കപ്പെട്ട ദൈവപുത്രനിലൂടെ വെളിച്ചത്തിലേക്ക് എത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈഗോയോ അഹന്തയോ എല്ലാം തികഞ്ഞവനാണെന്ന ചിന്തയോ അതൊക്കെ നമ്മെ അന്ധകാരത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ അതിൽ നിന്ന് ദൈവസന്നിധിയിലേക്കെത്തി ദൈവമാണ് വലിയവൻ എന്നുള്ളതായ നിലയിൽ ചിന്താഗതിയിൽ നമ്മുടെ അത്തരത്തിലുള്ളതായ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റത്തിനായി പരിശ്രമിക്കാം. ശീലോഹാമിലെ യേശുവിൻ്റെ സാന്നിധ്യം അവനെ അന്ധകാരത്തിൽ നിന്ന് നവീനതയിലേക്ക് നയിച്ചത് നമുക്ക് പ്രചോദനമാകണം. ശീലോഹാം നമ്മെയും നവീകരിക്കട്ടെ, പുതുമനുഷ്യരായി തീരുവാൻ ഇടയായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.